നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഉറക്കക്കുറവിനെ കുറിച്ചാണ്. ഓക്കെ. ഇപ്പോൾ പൊതുവെ എല്ലാവരും പൊതുവെ നേരിടുന്നൊരു പ്രോബ്ലമാണ് ഉറക്കക്കുറവ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നെങ്കിൽ വർക്കിൻ്റെ സ്ട്രെസ്സ് കാരണമായിരിക്കാം. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. നമ്മളെ കൂടെയുള്ള ആളുകളും ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. ഇതൊക്കെ സാധാരണമായി കാണപ്പെടുന്ന കാരണങ്ങളാണ്. സ്ട്രെസ്സ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ എല്ലാം. പക്ഷേ ഇതിൽ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും പലരും ഇതിൻ്റെ ഡീപ്പായിട്ട് എന്താണെന്ന് ചിന്തിക്കാറില്ല. ഉറക്കക്കുറവുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടി വി കണ്ട് സമയം കളയുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ ചെയ്തിട്ട് സമയം കളയിട്ടുണ്ടാവും ഉറങ്ങാതെ. പക്ഷെ അതിന് ഡീപ്പായിട്ടുള്ള എന്താ ഇഷ്യൂ എന്ന് ആർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് വളരെ പ്രധാന കാര്യം. എന്തുകൊണ്ടാണ് ഈ ഉറക്കക്കുറവ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ഡീപ്പായിട്ടൊരു കാരണം ഉണ്ടാവും. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതിന് സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ധ്യാനം ചെയ്യുക എന്നുള്ളത്, മെഡിറ്റേഷൻ. അത് നമുക്ക് നമ്മുടെ നെർവ്സിനെല്ലാം എന്താ പറയുക കാമാക്കാനും ഉറക്കത്തിലേക്ക് നമ്മളെ സുഖമായിട്ട് കൊണ്ടെത്തിക്കാനും സാധിക്കും. അതേപോലെ തന്നെയാണ് യോഗനിദ്ര എന്നുള്ള പ്രാക്ടീസും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്താ പറയുക നമ്മുടെ ഉറക്കക്കുറവിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ പ്രശ്നം ഡീപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നറിയാനായിട്ട് ഞാനൊരു അസസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾ വാട്സാപ്പിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് പറയുക. ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. എൻ്റെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ടാവും കേട്ടോ. ശരി.